കുഞ്ഞിച്ചോ മിനസാൻ നാനോ മെഷീൻ എപ്പിസോഡ് 9 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ പലരും 40 മിനിറ്റ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞുണ്ട്. ഗൈസ്, അതൊരിക്കലും പോസിബിൾ അല്ല. എനിക്ക് എൻ്റെതായ തിരക്കുകളുണ്ട്, എൻ്റെതായ ലൈഫുണ്ട്. സോ അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ടൈം മാറ്റി വെച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെ പോലും മിനിമം 2 ചാപ്റ്റേഴ്സ് ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫ്രീ ഉള്ള ടൈം കിട്ടാൻ നേരത്ത് ഉറപ്പായിട്ടും 20-25 മിനിറ്റുള്ള എപ്പിസോഡ്സൊക്കെ റിലീസ് ആകുന്നതായിരിക്കും. പക്ഷേ അത് എല്ലാ ദിവസവും നടക്കുന്നതല്ല. സോ നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നതാണ്. സോ അധികമൊന്നും പറഞ്ഞ് ഇനി ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നാനോ മെഷീൻ്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ചെറുതായിട്ട് ഒരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. ഒരു 1K ലൈക്കാണ്. എനിക്കറിയാം നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റുമെന്ന്. കാര്യം നാനോ മെഷീന് അത്രത്തോളം സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് അക്കാഡമിയിലെ ആ ഒരു ഗ്രേറ്റ് ഉള്ള ഡ്രിൽ ഹാളാണ് കാണാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞ് അവിടെ എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. കാര്യം അവിടെ ഇപ്പോൾ ഫോർമേഷൻ ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ കുറച്ച് പേര് പറയുന്നുണ്ട്, എടാ നോക്കിക്കേ, അത് മറ്റേ യങ് മാസ്റ്റർ അല്ലേ നമ്മുടെ ഗ്രൂപ്പിലുള്ളത്, അവനെ കണ്ടിട്ട് ഇപ്പോൾ ആഴ്ചകളായില്ലേ. ഈ സമയത്ത് തന്നെ മുഖിയാൻ പറയുകയും ചെയ്യും, അവസാനം നീ ഇവിടേക്ക് എത്തിയില്ലേ കീടമേന്ന് പറയുന്നത് ഇയോണാട്ടെ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. നീ ഇവിടേക്ക് എത്തിയല്ലേ, ഗുഡ് ആഫ്റ്റർനൂൺ പ്രൊഫസർ, നിനക്ക് ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഒരു കുഴപ്പമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഹീൽഡാണ്. എങ്കിൽ കേട്ടതിൽ സന്തോഷം. അല്ല, നമ്മൾ തിയറി മാത്രമായിരുന്നു നേരെ ചൊവ്വേ നോക്കിയിരുന്നു, ഫോർമേഷനൊന്നും കുഴപ്പമില്ല പ്രൊഫസർ, ഞാൻ നോക്കിക്കോളാം. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇതെടുത്തോളം പറഞ്ഞിട്ട് ഒരു ഷീൽഡ് ഒരു സോഡും നേരെ താഴത്തേക്ക് ഇടുന്നുണ്ട്. അവനട്ടെ അതെടുത്തിട്ട് നടക്കുന്നിടത്ത് മുഖിയം അവിടേക്ക് വരും. ഇത്ര നാൾ പേടിച്ച് നീ ഒളിച്ചിരിക്കുമായിരുന്നല്ലേ, കീടമെന്ന് പറയാൻ പോയപ്പോൾ അവനൊന്നും മൈൻഡാതെ അവിടെ കൂടെ നടന്നുപോയി. ആ നായ അവനെന്നെ ഇഗ്നോർ ചെയ്ത് അവൻ ഇത്ര ധൈര്യം ഉണ്ടായിട്ടാണ്. മുഖിയം, നീ എന്തായാലും വെയിറ്റ് ചെയ്യ്, നിനക്ക് ദേഷ്യം വരുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ പെട്ടെന്ന് തന്നെ നിനക്ക് മനസ്സിലാകും ഇവിടുത്തെ ബോസ് ശരിക്കും ആരാണെന്ന്. സോ ട്രെയിനിങ് എന്തായാലും ഇപ്പോൾ തുടങ്ങുന്നതായിരിക്കും. പിന്നെ സേഫ് ഉള്ള ഡിസ്റ്റൻസ് എല്ലാവരും കീപ്പ് ചെയ്താണ്. അവസാനത്തെ പോലെ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ അതോറിറ്റി യൂസ് ചെയ്ത് ഞാൻ നിങ്ങളെ എല്ലാവരും ഇവിടുന്ന് പുറത്താക്കുന്നതായിരിക്കും. മനസ്സിലായോ? 4th ഡിമോണിക് എന്ന് അവരെല്ലാവരും ഉച്ചത്തിൽ അലറുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഒരു കൊടി അവൻ ഉയർത്തുകയും ചെയ്യും. പെട്ടെന്നായിരുന്നു എല്ലാവരും മുന്നിലേക്ക് ഓടാനായിട്ട് തുടങ്ങിയത്. ഈ സമയത്ത് ആ പ്രൊഫസർ പറയും ചെയ്യും, മുഖ്യം ശരിക്കും ആരോഗ്യൻ്റെ കുറച്ച് ഇതുവാണ്, പക്ഷേ എങ്കിലും അവൻ ഗ്രൂപ്പായിട്ട് ട്രെയിൻ ചെയ്യുന്നിടത്ത് അവൻ ശരിക്കും നന്നായിട്ടാണ് നിൽക്കുന്നത്. അവൻ്റെ കൂടുതൽ എങ്ങനെ നയിക്കണമെന്ന് അവന് നന്നായിട്ട് തന്നെ അറിയാം. അവന് മൈനർ പ്രീസ്റ്റുള്ളിൽ ചെറിയൊരു ഭാവിയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇയോണാണ്. അവന് ഇവിടെ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ മൂവ്മെന്റ് വേണ്ടാത്ത ഒരു സ്ഥലത്താണ് ഞാൻ അവനെ നിർത്തിയിട്ടുള്ളത്. അവനൊന്നും മിസ്റ്റേക്സ് ഉണ്ടാക്കാതിരുന്ന മാത്രം മതിയായിരുന്നു. അല്ല, ഇത് കൊള്ളാലോ, അവൻ ഞാൻ വിചാരിച്ചതിൽ നന്നായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. മേ ബി ബാക്കിയുള്ള പിള്ളേരൊക്കെ അന്നേരെ ഒബ്സർവ് ചെയ്ത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഷീൽഡ്സ് നേരെ മുകളിലേക്ക് ഉയർത്ത്, പിന്നെ അടുത്ത ഫോർമേഷന് വേണ്ടി റെഡി ആയിക്കോളൂ. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് തന്നെയാണ്. മുന്നിലേക്ക് പോകുന്നുമുണ്ട്. അവൻ കിടന്ന് അലറുന്നുണ്ട്. അങ്ങനെ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അനങ്ങരുതെന്ന്. ഈ സമയത്ത് ബാക്കിയുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവർക്കാർക്കും അവിടെ അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് എക്സാമിനേഷൻ എങ്ങനെ പാസ്സാകാനാണ്? ആഴ്ചകളോളം പ്രാക്ടീസ് ചെയ്ത ബാക്കിയുള്ള പിള്ളേരെല്ലാവരും കൂടെ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവൻ മാത്രം എങ്ങനെയാണ്? ഇവന് മാത്രം ഒരു കുഴപ്പമില്ലാതെ നിൽപ്പുണ്ടല്ലോ. ഇവൻ ശരിക്കും ഇൻഫോർമറിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എന്തായാലും അവനെ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് അപ്പ് ചെയ്ത് നോക്കേണ്ടതാണ്. അടുത്ത ഫോർമേഷനിലേക്ക് മാറൂ, എനിമീനെ സറൗണ്ട് ചെയ്യൂ, ഹാഫ് മൂൺ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് മുഖയും കിടന്ന് അലർന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹാഫ് സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർ മുന്നിലേക്ക് അനങ്ങും. ഈ ടൈമിൽ മുഖയും പറയുകയും ചെയ്യും, ഇനി ബിഗർ സ്റ്റെപ്പ് മുന്നിലേക്ക്. ഈ സമയത്ത് അവരെല്ലാവരും മുന്നിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഇയോണൊഴിച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ നായ, ഇവൻ മാത്രം എന്താണ് ഒരു തെറ്റ് ഇതുവരെ ചെയ്യാത്തത്? ഈ കീടവും അവന്റെ ബ്ലഡ് ലൈനും എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ജെഹിയോൺ, നിനക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തല പതുക്കെ അനക്കാൻ നോക്ക്. അവനോട്ടെ അവന്റെ തല അനക്കുകയും ചെയ്യും. അടുത്ത ഫോർമേഷൻ നിൽക്കാൻ നേരത്ത് ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. യെസ് യങ് മാസ്റ്റർ, എനിക്ക് മനസ്സിലായി. അടുത്ത ഫോർമേഷനിലേക്ക് മാറൂ. ഇനി ചെയ്യാൻ പോകുന്നത് 3 ലെയർ ഫോർമേഷൻ എന്ന് പറയുന്ന നേരത്ത് അവരുടെ 3 ലെയർ ഷീൽഡ് ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. ഇത് വലിയ പാടൊന്നുമില്ല. ഞാൻ എന്തായാലും സ്റ്റിമുലേഷനൊക്കെ എൻ്റെ തലയിലേക്ക് തന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബ്ലേഡ്സ് പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞിടത്ത് ബ്ലേഡ്സും അവർ പുറത്തേക്ക് ആക്കുന്നുണ്ട്. ഈ സമയത്ത് അവനോട്ടെ ഇവൻ്റെ തൊട്ട് പുറകിലാണ് വന്ന് നിൽക്കുന്നത്. എനിക്ക് പെർഫെക്റ്റ് ആയുള്ള ഒരു വ്യൂ തന്നെയുണ്ട്. നിന്റെ പണി തീർന്നടാ, ഞാനിപ്പോൾ കാണിച്ചു തരാം നിന്നെ ചവിട്ടി താഴ്ത്തിടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ നിർത്താണ് പെട്ടെന്ന് ഇയോൻ നൈസിലൊന്ന് തിരിഞ്ഞു നോക്കിയത്. പിന്നെ മനസ്സിലായോ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീ കംപ്ലീറ്റ്ലി ഡിഫൻസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് അവനെ ബാക്കിൽ നിന്ന് ചവിട്ടാനായിട്ട് പോയപ്പോഴാണ്
പെട്ടെന്ന് ഒരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ ബാക്കിലേക്ക് തെറിച്ച് പോയത്. തെറിച്ച് നല്ലൊരു ദൂരം തന്നെ ആ ഒരു ഫോർമേഷനിൽ നിന്ന് അവൻ പോകുന്നുണ്ട്. ഇവൻ എന്തിനാണ് തെറിച്ച് ബാക്കിലേക്ക് പോയത്? അവനട്ടെ കമ്മിൽ ഒരു പിടുത്തമില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് തന്നെ. ഞാൻ ബാക്കിലേക്ക് തെറിച്ച് പോയോ? അതിനർത്ഥം അവൻ്റെ ഇന്ത്യൻ പൗസ് എന്നെക്കാട്ടും സ്ട്രോങ്ങർ ആണെന്നാണോ? പെട്ടെന്നായിരുന്നു ഒരു നിഴൽ വന്ന് അവിടെ വീണത്. നീ വീണ്ടും പ്രൊഫസർ അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കിയപ്പോഴാണ് അവൻ്റെ കാല് വേദനിച്ചത്. കോപ്പ് എൻ്റെ കാലിൽ നിന്നിട്ട് വേദനിക്കുന്നുണ്ട്. ആ ടൈമിൽ ഈവനാൻ നോക്കിയപ്പോഴാണ് അവൻ നൈസിൽ കിടന്ന് ചിരിച്ചത്. നോയ്, നീ മനഃപൂർവ്വമാണല്ലേ? എന്താണ് നിന്റെ മോന്തങ്ങിയിരിക്കുന്നത്? മരയൊക്കെ എഴുന്നേക്കാൻ അറിയാമല്ലേ? പ്രൊഫസർ എനിക്ക് മനസ്സിലായി, പക്ഷെ എൻ്റെ കാല് നീ തന്നെയല്ലേ നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ വായിൽ ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻറ് 23 പിന്നിൽ നിന്ന് കുത്തിയത് നീയാണ്. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത് നീയാണ്. അടുത്ത 3 ദിവസത്തേക്ക് ഉറങ്ങാൻ മാത്രം നീ അങ്ങോട്ട് പോയാൽ മതി. ബാക്കി ഫുൾ ടൈം നീ എൻ്റെ കൂടെ വേണം. ഞാൻ നിനക്ക് നരകം എന്താന്ന് കാണിച്ചു തരാം. പ്രൊഫസർ അത് പിന്നെ എന്താടാ നീ ഇനിയും വല്ല എക്സ്ക്യൂസ് ഉണ്ടാക്കാൻ പോകുവാണോ? ഒരിക്കലുമല്ല, ഫോർ ദി ഡിമോണിക് വേ. പൊട്ടൻ ആ മുഖ്യം പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്തായാലും അവന് കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കേൾക്കാൻ നേരത്ത് മുഖ്യത്തിന് ശരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദൂരത്തെ നിന്നുകൊണ്ട് ഹാമാട്ടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയോന് ഇന്ത്യൻ പൗസ് പ്രതീക്ഷയിലും ശരിക്കും സ്ട്രോങ്ങറാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിലും അവൻ്റെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞത് റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡല്ലേ. എങ്ങനെ നോക്കിയാലും അവന് 30 വർഷത്തോളം ഇന്ത്യൻ പൗസ് കിട്ടിയിട്ടുണ്ട്. അതോ ഡിമോണിക് മാർബിളിൽ നിന്ന് മാത്രമാണോ? അതോ ഇയോൺ അതിനെ കംപ്ലീറ്റ്ലി സർപ്പാസ് ചെയ്തോ? അല്ലെങ്കിൽ ഇവന് സ്ട്രോങ് ആയുള്ള ഒരു ബോഡി ഉണ്ടായിരിക്കണം. ആ ഡിമോണിക് മാർബിൾ ഇവൻ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തായാലും അതിലേതെങ്കിലും ആയിരിക്കും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടുള്ളത്. അവൻ ശരിക്കും ഒരു ഹാഫ് ബ്ലഡ് ആയിരിക്കും, പക്ഷേ സ്റ്റിൽ ഹോൾനെസിന്റെ രക്തമല്ലേ അവന്റെ ഞരമ്പിലൂടെ ഒഴുകുന്നത്. ഒരു ഗ്രൂപ്പിൽ തന്നെ 2 മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ ബാറ്റിൽ. ഇതെന്തായാലും കൊള്ളാം. ഇത്തവണ ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവിടുത്തെ കഫറ്റീരിയയാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഫോർ ദി ഡിമോണിക് വേ എന്ന് പറഞ്ഞിട്ട് അവരട്ടെ അതൊക്കെ കഴിക്കുകയും ചെയ്യും. എന്ത് ഡിഷാണ് അടുത്ത ഫുഡിൽ. ഇൻഫോർമൽ ഫുഡ് വെച്ച് നോക്കാറുണ്ട് ഇത് സ്വർഗ്ഗം തന്നെയാണ്. കോപ്പ് കഴിഞ്ഞ 3 ആഴ്ച ഞാൻ ഇതാണല്ലേ മിസ് ചെയ്തത്. പക്ഷേ ഈ മുഖ്യതിന് എന്നെ നോക്കാതിരിക്കാൻ മേലെ കഴിക്കുമ്പോഴെങ്കിലും ഇവനൊരു ചൊറിച്ചിലാണ്. എനിക്കറിഞ്ഞൂടാ ഇവൻ എന്തിനാണ് ഇത്രയധികം എന്നെ വെറുക്കുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇവനെ ബാക്കിയുള്ള 6 സെറ്റ്സിനെ എന്തായാലും വെറുതെ വിടാൻ വിചാരിച്ചിട്ടില്ല. നിനക്കൊന്നും അറിഞ്ഞൂടാ എൻ്റെ അമ്മ പോയപ്പോൾ ഞാൻ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന്. നീയൊക്കെ കാരണം ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും ഞാൻ തലകുത്തനെ നിർത്തുന്നതായിരിക്കും. ഡിന്നർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഷെഡ്യൂളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പോയി കിടക്കാവുന്നതാണ്. പിന്നെ സ്റ്റുഡൻറ് 18 നീ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യത്തിൻ്റെ ആ ഒരു കുരിപ്പിനെ അവനെ വിളിച്ചിട്ട് പോവുകയും ചെയ്യും. ഗ്രൂപ്പ് 8ന്റെ റൂം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലെങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് അവിടേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കുന്നോ? അതും എൻ്റെ പെർമിഷൻ ഇല്ലാതെ പറഞ്ഞിട്ട് മുഖിയ പറയുന്നുണ്ട്. ഇവൻ വീണ്ടും വന്ന അല്ല, ഇതൊരു സർപ്രൈസ് ഉള്ള കാര്യമില്ല. ഇവന് വേറെ മിനിറ്റ്സും കിട്ടിയോ? ഇവൻ ശരിക്കും ബോസ് ആയിട്ട് നടക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കി അത് സ്റ്റെൽത്ത് സെറ്റിലെ ആ ഒരു യങ് മാസ്റ്റർ അല്ലേ അവരുടെ ഫ്രണ്ടിലുള്ളത്? നിനക്കത് മനസ്സിലായില്ലേ? അത് മറ്റേ ഇൻഫേമസ് അല്ല 7th യങ് മാസ്റ്ററാണ്. ഇതെന്തായാലും കൊള്ളാം, ഇവിടെ ഒരു ഇടി കാണാൻ പറ്റുമല്ലോ. ഈ സമയത്ത് തന്നെ ദൂരത്ത് ഒരു നിപ്പുണ്ടായിരുന്നു. അവളുടെ മ്യൂസിഷ്യൻ സെറ്റിലെ അവളായിരുന്നു. അവളുടെ പേര് വോൺ റിയോൺ ചിയോൺ എന്നായിരുന്നു. മുഖിയും ഇയോൺ ഇവന്മാർ വീണ്ടും തുടങ്ങിയോ? ക്രൗഡൊക്കെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി തുടങ്ങാലെന്ന് പറഞ്ഞിട്ട് അവൻ പതുക്കെ ഇവൻ്റെ തൊട്ടടുത്ത് വന്ന്, എടാ കുരുപ്പേ, നിന്റെ ലോണ്ടിയുള്ള ബ്ലഡ് ലൈനോട്ട് നീ ഇവിടേക്ക് വന്നിരിക്കുന്നോ? നീ എന്തായാലും ഇൻഫോമറിൽ നിന്ന് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആരുടെ ഫ്രണ്ടിലൊന്നും വരാതെ. നീ ശരിക്കും ഒരു നായ. നീ എന്താടാ ഹോൾനെസ്സിനെ ഇൻസൾട്ട് ചെയ്യുവാണ്? എന്ത്? ഞാൻ വന്നത് ഒരു ലോൺലി ബ്ലഡ് ലൈനിൽ നിന്നല്ലേ നീ പറഞ്ഞത്? അതിനർത്ഥം നീ ഹോൾനെസ്സിനെ ഇൻഡയറക്ട്ലി ഇൻസൾട്ട് ചെയ്യുന്നു എന്നല്ലേ? അല്ല, നീ എന്താണ് ഈ പറയുന്നത്? നീ ഹോൾനെസ്സിനെക്കാട്ടും മുകളിലാണെന്നാണോ? നിനക്കറിഞ്ഞൂടെ അദ്ദേഹം നമ്മുടെ പെട്രിയാച്ചാണെന്ന്? അല്ല അതല്ല. എടാ കണ്ട അവൻ പറയുന്നത് കേട്ടാ? കോപ്പ്, ഇതിങ്ങനെ എല്ലാവരും വരേണ്ടത്. ഇവനായിരുന്നു എല്ലാവരുടെ ഫ്രണ്ടിൽ നിന്ന് നാണം കണ്ടത്. എല്ലാവരും എന്തിനാണ് എൻ്റെ തല തിരിയുന്നത്? ഈ സമയത്ത് തന്നെ ഇതെല്ലാം കാണുന്ന വോൺ റിയോൺ പറയുകയും ചെയ്യും. അല്ലെങ്കിലും ഈ സെൽത്ത് സെറ്റിലെ എല്ലാവരും ഇത്രയധികം മണ്ടന്മാരാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ചിരിക്കുകയും ചെയ്യും. അവളുടെ കൂടെ തന്നെ മറ്റൊരുത്തരും അവിടെ ഇരിപ്പണായിരുന്നു. അതല്ലേ സോഡ് സെറ്റിലെ നമ്മുടെ ഗിയോൺ ചിയോൺ ആയിരുന്നു. ഇവന് ശരിക്കും വട്ടായി. ഇയോനെ ലോ ലൈഫ് എന്ന് വിളിക്കുന്നത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി തന്നെ ഹോൾനെസ്സിനെ കളിയാക്കുന്ന പോലെ തന്നെയാണ്. ഇവൻ ശരിക്കും ഒരു മണ്ടൻ തന്നെയാണ്. നായേ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടെന്ന് പറഞ്ഞു മുഖിയം പെട്ടെന്ന് അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ഒരു ഇടി ഇടിക്കാൻ പോയപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇയോനട്ടെ അവൻ്റെ മുഖത്ത് നോക്കി ഒരു ഇടി വെച്ച് കൊടുക്കുന്നത്. അവനട്ടെ ചുമച്ചുകൊണ്ട് താഴത്തേക്ക് വീഴുകയും ചെയ്യും. അല്ല, നീ ഇവനെ പറഞ്ഞോ
ഞാൻ നിന്നെ ഇടിച്ചുകൊണ്ടേ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ആ ഒരു ഇടിച്ച സൗണ്ട് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് മുഖിയത്തിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നായേ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാന്ന് പറഞ്ഞിട്ട് ഫിസ്റ്റ് ഓഫ് ദി സ്റ്റെൽത്ത് അവൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് ഇവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. നീ ഓടിപ്പോകുവാണെന്ന് ചോദിക്കാൻ നേരത്തെ തന്നെ അവനുണ്ടെ പെട്ടെന്ന് അവിടുന്ന് ചാടി ഓടുന്നുണ്ട്. ഇവന് ഇത്ര നല്ല എജിലിറ്റി ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, നീയൊക്കെ എന്നെ നോക്കി നിൽക്കുവാണ്, പെട്ടെന്ന് അവനെ പിടിക്കാൻ നോക്ക്. അവന്മാര് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. ഈ സമയത്ത് മുഖ്യം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. നീ എന്റെ മുഖത്തിട്ടിടിച്ചിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ എന്നെ എല്ലാവരുടെ ഫ്രണ്ടിൽ നിന്ന് നാണം കെടുത്തിയല്ലേ? കാണിച്ചു തരാന്ന് പറയാൻ നേരത്ത് പിന്നെ കണിയുന്ന അവൻ നേരെ ഓടുന്നതാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്നവനെ അവൻ പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. ഇവനെങ്ങനെയാണ് ഇത്രയും സ്പീഡുള്ളത്? എനിക്ക് അവൻ്റെ അടുത്ത് പോലും വരാൻ പറ്റുന്നില്ലല്ലോ. നീയൊക്കെ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണല്ലേ, അവനൊന്ന് പിടിക്കാനുള്ള കഴിവ് പോലും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. മുഖയും പെട്ടെന്ന് അവന്മാരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എങ്കിലോട് ഞാൻ നിന്നെ പിടിക്കും, എന്നിട്ട് നിന്റെ മുഖം ഇടിച്ചിടിച്ച് നശിപ്പിക്കുന്നതായിരിക്കും. നീ ശരിക്കും ഇന്ന് അനുഭവിക്കൂടാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ പുറകിൽ ഓടുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഇവൻ ഒരു സ്ഥലത്ത് നിർത്തിയത്. അവസാനം നീ ഓടി ഒളിക്കുന്നത് നിർത്തിയല്ലേ? എന്ത് ഓടി ഒളിക്കുന്നതാ? അത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ തിരിഞ്ഞിട്ട് പറയും ചെയ്യും, ഇനി മുതൽ ഞാനാണ് നിന്നെ ശരിക്കും നരകം തന്നെ കാണിച്ചു തരാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈയെടുത്ത് മുഖിയത്തിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് വക്കത്തെത്തിയപ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.